ഹലോ മിസ്റ്റർ പാഷാണം, എന്തുണ്ട് വിശേഷം? അത് ഞാൻ അങ്ങടല്ലേ ചോദിക്കുന്നത്, എവിടെയായിരുന്നു ഇത്ര നാള്? പനങ്ങാടായിരുന്നല്ലേ താമസിച്ചിരുന്നത്. അവിടുന്ന് വീടൊക്കെ വിട്ടിട്ട് ഞാൻ UK പോയി. സീരിയസ്ലി? എനിക്കറിയാം, ഉച്ചക്കട അല്ലല്ല, യുണൈറ്റഡ് കുണ്ടന്നൂർ അടുത്ത് തന്നെ. അപ്പൊ കൊറേ നാളായില്ലോ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. എവിടെയായിരുന്നു? അല്ല, ഞാൻ പടത്തിന്റെ കാര്യങ്ങളൊക്കെ തിരക്കായിരുന്നു അല്ലേ? എന്തായാലും വിഷു സ്പെഷ്യൽ പടം പറക്കലുണ്ടോ? ഇവന് ഒരു മാറ്റവും ഇല്ല. ഒന്നും കൊടുക്കാതെ തന്നെ ചീഞ്ഞ് അടിച്ചോണ്ടിരിക്കുവായിരുന്നു. ഇന്നിപ്പോ പ്രൈസും കൊടുക്കാന്ന് പറഞ്ഞേക്കാം. ഫ്രിഡ്ജായിട്ട് വരണ്ടായിരുന്നു, ഇവിടെ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ വന്നപ്പോ വിഷു കൈനീട്ടം വാങ്ങിക്കുക, അങ്ങനെ സന്തോഷമായിട്ടാ വന്നോ. നമുക്ക് വിഷു അല്ലേ, ഭയങ്കര സന്തോഷം തോന്നി. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു പാട്ട് വെച്ചിട്ട് 20 സിംഗിൾ ഡാൻസ് ചെയ്യാൻ കണ്ടായിരുന്നു. ആരേത് കൊറിയോഗ്രാഫി ചെയ്ത്? അങ്ങനെ സായിച്ചാർജ് മിക്കവാറും 2 ദിവസത്തെ പ്ലാനിങ് ആയിരിക്കില്ല ഇപ്പൊ കാണിച്ച സ്റ്റെപ്പ്. ഏതാ? ഇപ്പോഴത്തെ അല്ല, പണ്ട് ചെയ്തതാ. പിന്നെ ഞാൻ വന്നിട്ട് നന്നായിട്ട് കളിച്ചാൽ നിങ്ങൾ കളിച്ചൊക്കെ ഈഗോ അടിക്കാണ്ട് ഈഗോന് ജീവനുണ്ടോ? ഇത് സ്തംഭിപ്പിച്ച് കളയാണല്ലോ അവിടെ. ഈ വിഷുവിന്റെ അവസാനം കമ്പിത്തിരിയുടെ കൂടെ ഈ പുള്ളിയെ കിട്ടുന്ന ഇന്ന് കമ്പിത്തിരിയാൻ പറ്റില്ല. കമ്പിത്തിരിയാകുമ്പോഴത്തേക്ക് കത്തിച്ചേട്ടാ അതിന്റെ വേസ്റ്റ് അവിടെ കിടക്കും. വാണായിട്ട് കത്തിച്ചു വിടണം, വല്ല വഴിക്കും പൊക്കോളൂ. ലക്ഷ്യമില്ലാതെ ആ പോണ വാണത്തിനും താളം ഉണ്ടാവില്ല. അല്ല, ഓൾറെഡി വാണത്തിന് താളമില്ല, അതാണ് അവിടെ തന്നെ കൊടുത്തത്. പെൺപിള്ളേര് പറയണേ, പെൺപിള്ളേരെ പറ്റി എന്താ ഒന്നും ചോദിക്കാത്തേന്ന്. സുമാ, പെൺപിള്ളേര് അങ്ങനെ പറഞ്ഞ സുമാ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അതെങ്ങനെ സുമയ്ക്കറിയാം? സുമ ആൺകുട്ടിയല്ലേ? ഞാനൊരു സമ്മാനത്തിനുള്ള കോമഡി പറയട്ടെ. ഞങ്ങളുടെ ടീമിൽ മാരാരായി, ഞങ്ങളുടെ ടീം ഇവിടുന്ന് മാറാറായി. അങ്ങനെ ആളുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ജയിക്കാറായി. എനിക്ക് 2 ടീമുണ്ട്. എനിക്ക് ഈ ഫുൾ ടീമും ഉണ്ട്, ഒരു ടീം വേറെ സെപ്പറേറ്റ്. 2 ടീമിന്റെ അതല്ലേ ഇതുവരെ കേട്ടതല്ല, അതിനെക്കാട്ടി പ്രശ്നമായിരുന്നു. അത് മണ്ടയില്ലാത്ത ടീമാണ്. എപ്പോഴും കമന്റൊക്കെ വായിക്കണം. എന്തായാലും രണ്ടും കൽപ്പിച്ചല്ലേ? സ്റ്റാർ മാജിക്കിൽ വന്നപ്പോ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ എടുത്തിട്ടുള്ളേ? പരമാവധി സമൂഹത്തിൽ നിന്ന് കേൾക്കാൻ മാക്സിമം ചളികൾ കേട്ട് അതിനോട് പൊരുത്തപ്പെടണമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ട്രെയിനിന് തലവെക്കാൻ വന്നവനോട് 9 മണിക്കത്തേണോ 10 മണിക്കത്തേക്കും ചോദിക്കേണ്ട കാര്യമില്ല. അന്ന് വെച്ചോളൂ. അതേ ഉള്ളൂ. ശരി, അഖിലേട്ടാ സ്റ്റാർ മാജിക് കാണാറുണ്ടോ? സോഷ്യൽ മീഡിയ വഴി കാണാറുണ്ട്. അപ്പൊ ലൈക്ക് സ്റ്റാർ മാജിക് എന്നൊരു കോൾ വന്നപ്പോ വാട്ട് വാസ് യുവർ തോട്ട്സ്? അത് നേരത്തെ കാണുമ്പോഴേ വിചാരിച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് പോകാൻ പറ്റിയൊരു പരിപാടിയാണല്ലോ. അതായത് ഞാൻ അപ്പൊ അന്നേ ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നു. ആ പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുന്നു. അപ്പൊ ഇതിലെല്ലാത്തിലും ഈ നമ്മൾ ഇത് നോക്കുമ്പോ എല്ലാരും ഭയങ്കരമായിട്ട് ഡ്രസ് ചെയ്തേക്കണം. ഈ തങ്കച്ച മാത്രം എന്താ ഇങ്ങനെ? വിഷു എന്ന് പറഞ്ഞ മുണ്ടെടുത്തിട്ട് മാത്രം കാര്യമില്ലല്ലോ, അതിനകത്ത് എന്തെങ്കിലും വേണ്ടേ? അപ്പൊ ഞാൻ അതിനകത്തൊരു വ്യത്യസ്തത. മതി ഞാൻ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ മാത്രമല്ല, ബാക്കിലിരിക്കുന്ന ഡാൻസേഴ്സ് എല്ലാം ബാൻഡാണല്ലോ. അല്ല, പിന്നെ അവർ നോക്കണം, അവരുള്ളതുകൊണ്ടാണ് ഫസ്റ്റ് പോർഷൻ പിടിച്ചു തന്നത്. അല്ല, അതിലേ പോയേനെ. ഈ പിള്ളേരെല്ലാം നല്ല ഡ്രസ് ഇട്ടോണ്ട് നിൽക്കുന്നു. അവരൊക്കെ മിണ്ടിക്കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റിനാ കാശ്. വിഷുവായിട്ട് എന്തൊക്കെയാ വിശേഷങ്ങള്? സുമ, വിഷുവായിട്ട് എന്താ വിശേഷം? ഇതാണ് ഞങ്ങളുടെ സുമ. ഓ, സുമ എന്ത് ഡ്രസ്സായിട്ടില്ലെന്ന് എത്തി നോക്ക്, ഏതാ സുമാന്ന്. വിഷുവായിട്ട് പറഞ്ഞാല് വിഷുവായിട്ട് എന്താ കഴിഞ്ഞിട്ടൊന്നുമില്ല. മൂത്തവരാണ് ഞങ്ങൾക്ക് വരേണ്ടത്. ആർക്കാ മൂത്ത? ഒറ്റകളോട് മൂത്തുള്ളൂ. തലയ്ക്ക് മൂത്തത്. കഴിഞ്ഞ വർഷം ലാലേട്ടൻ്റെ എനിക്ക് ഇങ്ങനെ ഇത് കിട്ടി. ഞാൻ കരുതി ഇവിടെ നിങ്ങള് ലാലേട്ടന്റെ കയ്യിൽ നിന്ന് വിഷു കഴിഞ്ഞിട്ട് പറയാനുള്ള സമയമല്ല. അതൊന്നും അല്ല, കഴിഞ്ഞ വർഷം ലാലേട്ടൻ്റെ ഇന്നലെ കിട്ടിയത്. ഇപ്രാവശ്യം തങ്കച്ചന്റെ കിട്ടും. മതി, അത് മതി. മൂത്തത് തങ്കച്ചന്, ഇവിടെ പൂത്തത് ഇതുമാണ്. കാണിക്കാൻ പറ്റിയ എന്തെങ്കിലും പറയാം. ശരി, ഞാൻ പറയാം. ഇന്ന് ഏറ്റവും നല്ല കൗണ്ടേഴ്സ് പറയുന്ന ഒരാൾക്ക് നമ്മൾ സമ്മാനം തരുന്നുള്ളത് ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും ആദ്യം ആ സമ്മാനം കൈനീട്ടം വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. സ്വർണ്ണനാണയാണ് കേട്ടോ, ഗോൾഡ് കോയിൻ ആണ്. അതെ, ഏകദേശം ഉപ്പിലിടാറായിട്ടുണ്ട്. അപ്പോ സ്പെഷ്യൽ നല്ല അടിപൊളി കൗണ്ടേഴ്സ് പറയുന്നവർക്കുള്ള നമ്മുടെ വിഷു കൈനീട്ടമാണ് ഈ സ്വർണ്ണ നാണയം ഗോൾഡ് കോയിൻ. ഇന്ന് ഇത് ആരൊക്കെ മേടിക്കുന്നുള്ളത് നമുക്ക് നോക്കാട്ടോ. ഇതാണ് ലൈക് ചളി കൗണ്ടേഴ്സ് അടിക്കുന്നവർക്കുള്ളത്. ഇത് സ്വർണ്ണ നാണയമാണ് കേട്ടോ. അപ്പോ ഇത് സ്വർണ്ണ നാണയം, ഇത് ഓട്ടക്കാലനയാണ് കേട്ടോ. അപ്പോ ആരൊക്കെ ഏതൊക്കെ മേടിക്കുന്നുള്ളത് നമുക്ക് നോക്കാലോ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ